ഏകാന്തതയുടെ അപാരതീരം പരമ കഷ്ടം. വലിച്ചെറിഞ്ഞ് കളയണോ അത്? വേണമെങ്കിൽ എനിക്ക് നിന്റെ അടുത്ത് കുറെ നേരം ഇരിക്കാൻ എനിക്ക് ഒക്കത്തില്ല. ഇവനാണ് നമ്മുടെ നടൻ. ഗബ്രി, നീ നിന്റെ ബാഗിലില്ല. നിന്നെ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്! എവിടെ നിന്ന് കിട്ടി ഇതിനെ? ഈ സെന്റി അടിച്ചിട്ട് വെയിറ്റില്ലെങ്കിൽ ഈ കുപ്പി എടുത്ത് കാണിക്കും. വിഷമാണ്. ഉറങ്ങാൻ പോലും എനിക്ക് ഇന്നലെ പറ്റിയിട്ടില്ല ഗബ്രി. ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. വലിയൊരു ഫോട്ടോ, നിന്റെയും അവളുടെയും കിടപ്പ് മുറിയിൽ ആണി അടിച്ച് തൂക്കണം. എനിക്ക് അവൻ വരുമെന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. എന്റെ മനസ്സും പറയുക ചെയ്യുന്നുണ്ട്. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. നീ ഒറ്റ ഗബ്രി പോയത് കറക്റ്റ് ആണല്ലേ? 100% ഞാൻ യോജിക്കുന്നു. നമ്മൾ എത്രയോടെ പറഞ്ഞിട്ടുണ്ട്, ഇൻഡിവിജ്വൽ പ്ലെയർ എന്ന രീതിയിൽ ഗബ്രിക്ക് ഇവിടെ ഒറ്റക്കാണ് കളിച്ചിരുന്നെങ്കിൽ അവൻ ഒരുപാട് മുന്നോട്ട് പോയാൻ. സാരല്ല, എന്താ ചെയ്യാ, ഓരോ സമയദോഷം എന്നല്ലാണ്ട്. അടുത്ത ആഴ്ച അവൻ ഇവിടെ വന്നില്ല, അവൻ സീക്രട്ട് റൂമിൽ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ആഴ്ച എനിക്ക് പുറത്തു പോകണം. സന്തോഷം. അത്ര നിർബന്ധമാണ്. ഞാൻ തരാം വണ്ടിക്കൂലി. വേഗം സ്ഥലം വിടും. പക്ഷെ അതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? പ്രീ പ്ലാൻഡ് ആയിരുന്നു. എന്താണ് നീയെങ്കിലും പ്രീ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. എന്തിന്? ഇവിടെ നടന്നതല്ല. സത്യം പറയണം, ഇതിലെന്തോ ചുറ്റിക്കളിയില്ലേ? ഗബ്രീന്റെയും കാര്യം തന്നെ. ഞങ്ങൾ തമ്മിലുള്ള റിലേഷനോ കംപ്ലീറ്റ് കള്ളത്തരവാ. തെളിയിച്ചോ?